യഥാർത്ഥത്തിൽ മാനം നോക്കി തന്നെയാണ് ഈ നേന്ത്രവാഴക്കുല ഇപ്പോൾ നിൽക്കുന്നത്. കുല വിരിഞ്ഞു വരുമ്പോൾ താഴേക്കാവും. 10 അടിയോളം ഉയരമുണ്ട് നേന്ത്രവാഴയ്ക്ക്. ഇവിടെ ഉണ്ടായിട്ടുള്ള ടിഷ്യൂ കൾച്ചർ വാഴയുടെ ഏകദേശം 3-ാം തലമുറയായിരിക്കണം ഈ വാഴ. ആദ്യത്തെ ഒറിജിനൽ ടിഷ്യൂ കൾച്ചർ വാഴ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പെൻസിലിൻ്റെ വലിപ്പമുള്ള വണ്ണമുള്ള വാഴ തൈകളായിരുന്നു. അതങ്ങ് വളർന്നു വന്ന് 10-12 അടി ഉയരത്തിലായി, നല്ല കൊലയൊക്കെ ഉണ്ടായി, 120 നേന്ത്രക്കായൊക്കെ ഉണ്ടായി. പിന്നെ അതിൻ്റെ അടുത്ത തലമുറകളായി. ഇതിപ്പോൾ ഏകദേശം 3-ാം തലമുറയായിരിക്കും. അതേ വാഴക്കൂട്ടത്തിൽ തന്നെയുള്ള വേറൊരു വാഴയുടെ കൊലയാണിത്. കൊല വിരിഞ്ഞിട്ട് കുറച്ച് ദിവസമായി. വാഴയുടെ കൂമ്പ് മുറിച്ച് കളഞ്ഞിട്ടുണ്ട്. കൂമ്പെന്ന് പറഞ്ഞാൽ അതിൻ്റെ താഴെ തൂങ്ങിക്കിടക്കുന്ന വിരിയാത്ത പൂക്കൾ. അത് കായുണ്ടായി കഴിഞ്ഞാൽ, കായകളായി കഴിഞ്ഞാൽ പിന്നെ അത് മുറിച്ച് കളയുന്നതിൻ്റെ കാരണം, ഒന്നത് കറിക്കെടുക്കാൻ പറ്റും, അത്യാവശ്യം രുചിയുള്ള കറിയാണ്, ഉപ്പേരി തോരനൊക്കെ വയ്ക്കാൻ. രണ്ടാമതെന്ന് വെച്ചാൽ വെയിറ്റ് കൂടുന്തോറും ഈ ചെടി കാറ്റത്ത് മറിഞ്ഞു വീഴാനുള്ള സാധ്യത കൂടും. തൂണൊന്നും കൊടുത്തിട്ടില്ല. കുറച്ച് ബുദ്ധിമുട്ടാണ് തൂണ് കൊടുക്കാനുള്ള സാമഗ്രികളൊക്കെ എത്തിക്കാൻ ബുദ്ധിമുട്ടുള്ള കാര്യമായതുകൊണ്ട് തൂണ് കൊടുത്തിട്ടില്ല. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് വാഴ വീഴാറുമുണ്ട്. പ്രത്യേകിച്ച് വേനൽക്കാലത്താണെങ്കിൽ വെള്ളമില്ലാത്തതുകൊണ്ട് ഒടിഞ്ഞു വീഴാനും നല്ല സാധ്യതയുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു ഭാരെങ്കിലും കുറച്ച് കൊടുക്കുകയാണെങ്കിൽ വീഴാനുള്ള സാധ്യത ഒരു ലേശം കുറയും. ഇലയിൽ കാറ്റ് പിടിച്ചിട്ടാണ് അധികം വീഴുന്നത്. അതിനുവേണ്ടി പകുതി ഉണങ്ങിയ ഇലകളൊക്കെ വെട്ടിക്കളയാറുണ്ട്. അത് കുറച്ച് ദോഷമാണ്. മുഴുവൻ ഉണങ്ങുന്നതിന് മുമ്പ് വെട്ടുന്നത് ഫോട്ടോസിൻസ് കുറയ്ക്കുകയാണല്ലോ. അപ്പോൾ വാഴക്കൊലയുടെ വണ്ണം കുറയാൻ സാധ്യതയുണ്ട്. എന്നാലും നിവൃത്തിയില്ല, വീണ് ഒടിഞ്ഞ് കേടായി പോണേക്കാട്ടും ഭേദമാണ്.